പുതുമുഖ സംവിധായകനാണ്, ഈ പടവും പുതുമുഖ സംവിധായകനാണ്, അടുത്ത പടവും ഒരു പുതുമുഖ സംവിധായകൻ. അപ്പം പുതിയ കാലങ്ങളിലേക്ക് പുതിയ കഥകൾ തേടിപ്പോകുന്ന ഒരു ദിലീപിന്റെ ഒരു ട്രേഡ് നമ്മൾ കാണുന്നുണ്ട്. ശരിക്കും അതൊരു കോൺഷ്യസ് ആയിട്ടുള്ള ഡിസിഷനാണ്. ഞാൻ ഈ പടങ്ങൾക്ക് മുമ്പ് ഇതിനു മുമ്പുള്ള സംവിധായകരുടെ കൂടെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു ഇയാൾക്ക് പുതിയ സംവിധായകരൊന്നും ഇല്ല. ഇപ്പം ഞാൻ വന്ന പുതിയ സംവിധായകരുടെ കൂടെ പോകാന്ന് വെച്ചാൽ അതും കുഴപ്പമെന്ന് പറയരുത് കേട്ടോ. ഇല്ല, ഇഷ്ടമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ പുതിയ സംവിധായകരുടെ കൂടെ തന്നെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വന്നു തുടങ്ങിയിട്ടുള്ള ആളാണ് ഞാൻ ചെയ്തിട്ട് എത്രയോ സിനിമകളുണ്ട്. പുതിയ ആൾക്കാരുടെ കൂടെ ചെയ്തിട്ടുണ്ട്, പുതിയ നായകന്മാരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, പുതിയ സംവിധായകർ സുന്ദരദാസ് തുടങ്ങിയിട്ട് ഇങ്ങനെ ഇറങ്ങി അങ്ങനെ ഒരുപാട് പേരുടെ സിനിമയിൽ അഭിനയിച്ചു. ജോണി ആന്റണി ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത ആദ്യത്തെ സിനിമ ജോണിയുടെ ഞാൻ നിർമ്മിച്ചാണ്. അന്ന് ജോണി പുതിയ ആളാണ്. അങ്ങനെ ഒരുപാട് പേരുടെ സിനിമകൾ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ മലർവാടി ആർട്സ് ക്ലബ്ബ് ചെയ്യുമ്പോൾ വിനീതിൻ്റെ ആദ്യത്തെ സിനിമയാണ്, അത് നിർമ്മിച്ചത് നമ്മൾ തന്നെ. അപ്പോൾ പുതിയതായാലും പഴയതായാലും കണ്ടന്റ് എന്ത് എന്നുള്ളതാണ് നമ്മളിലേക്ക് പുതിയ സിനിമ അല്ലെങ്കിൽ പുതിയ കണ്ടന്റ് ആര് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. പഴയതായാലും പുതിയതായാലും കാരണം ഇപ്പോഴത്തെ ഒരു ട്രെൻഡിൽ പോകുന്നത് കണ്ടന്റിനാണ് പ്രാധാന്യം. ആർട്ടിസ്റ്റ് എന്നുള്ളതിനേക്കാൾ ഉപരി ഇപ്പോൾ സിനിമകൾ ഓടുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്ത് കണ്ടന്റ്. നിങ്ങൾക്ക് സിനിമ ഇഷ്ടമാവുണ്ടോ, അതിലെ പ്രമേയം ഇഷ്ടമാവുണ്ടോ എന്നാണ് നോക്കുന്നത്. ഇന്ന താരം വരുന്നോണ്ട് ഈ സിനിമ ഇത്ര ദിവസം ഓടും അങ്ങനെയൊന്നും പണ്ടുണ്ടായിരുന്നു. അത് നമുക്കൊരു ഗ്യാരണ്ടി പോലെ ഉണ്ടായിരുന്നു. ഇന്ന ആർട്ടിസ്റ്റിന്റെ സിനിമ നമുക്കൊരു മിനിമം ഗ്യാരണ്ടി എന്ന്. ഇത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂല. സിനിമ മോശമാണ് എന്നൊരു ഫീൽ കിട്ടിയാൽ നോൺ ഷോയ്ക്കുള്ളിൽ അത് അറിഞ്ഞാൽ ആ രാത്രിക്കുള്ളിൽ ആ ഒറ്റ ദിവസത്തെ കളക്ഷനുള്ളൂ. അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നുണ്ട് ആ സിനിമ വിട്ടു. അപ്പൊ പ്രമേയത്തിനാണ് ഇപ്പോഴത്തെ വാല്യൂ കൊടുക്കുന്നത്. അത് ആരുടെ സിനിമയിലും പ്രമേയം നന്നായാൽ സിനിമ അത് ക്യാരി ചെയ്ത് സിനിമ എടുത്തുകൊണ്ട് ഓടുക എന്ന് പറയില്ലേ. അപ്പോൾ പുതിയ സംവിധായകർ നല്ല നല്ല സംഭവങ്ങളായിട്ട് വരട്ടെ. പഴയ സംവിധായകരുടെ സുഹൃത്തുക്കൾ തന്നെയാണ്, അവർ നല്ല സംഭവമായിട്ട് വന്നാൽ ഞാൻ അവരുടെ കൂടെ പോകും. ചില കഥാപാത്രങ്ങൾ കാണുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ ചില കഥകൾ കേൾക്കുമ്പോൾ നമുക്ക് ഒരു ആക്ടറിന് കിട്ടുന്ന ഒരു ഫ്രീഡം ഉണ്ട്. അല്ലെങ്കിൽ ആ കഥാപാത്രത്തിനകത്ത് നിന്ന് ചെയ്യേണ്ട ഇതുണ്ടാവും, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ടാവും. അപ്പം ഇതിലെ കഥാപാത്രം വെച്ച് നോക്കുമ്പോഴേക്കും ദിലീപേട്ടന് എന്താ പറയാ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് കിട്ടുന്ന ഒരു കഥാപാത്രമായിരുന്നു. ശരിക്കും ഇതേപോലെ ഒരു കഥാപാത്രം കിട്ടാനാണ് വെയിറ്റ് ചെയ്യുന്നത്. എനിക്ക് ഫ്രീഡമായിട്ട് ഇല്ല, എന്റെ ഫ്രീഡത്തിന് ഇതിനകത്ത് ഞാനൊന്നും ചെയ്തിട്ടില്ല. കാരണം ഇവർ കൺസീവ് ചെയ്ത സിനിമയാണ്. കഥാപാത്രത്തിന്റെ അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഈ കഥാപാത്രം എന്ത് ചെയ്യുമ്പോഴും ഞാൻ ഇവരോട് ചോദിക്കുന്നത് ഞാൻ ശരിയാണോ ചെയ്യുന്നത്, ഇതിങ്ങനെ മതിയോ, ഇത് ഇത്രത്തോളം മതിയോ എന്ന് ഇവർ ഓക്കെ പറയുന്ന ആ രീതിക്ക് തന്നെയാണ് ഞാൻ പോയിട്ടുള്ളത്. മനസ്സിലായില്ലേ? കഥാപാത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അളവ് പോലും നിശ്ചയിച്ചത് ഇവരാണ്. ഇങ്ങനെ ഇതാണ് നമുക്ക് വെച്ചാൽ അതിപ്പോ അതിലെ എല്ലാ ആർട്ടിസ്റ്റുകളും ലാലേട്ടൻ വരെ എപ്പോഴും ഞാൻ കണ്ടതിൽ ഏറ്റവും കൂടുതൽ ഒരു ഡയറക്ടറെ എന്താ പറയുക ഭയങ്കര വാല്യൂ കൊടുത്ത് ഡയറക്ടർ പറയുന്നത് അങ്ങനെ തന്നെ മീൻസ് ഒരു ഇതുമില്ലാണ്ട് പുള്ളിക്ക് അത് ഓക്കെ ആണെങ്കിൽ ഓക്കെ, അത് പുള്ളിക്ക് ഇഷ്ടമാണോ ഇല്ലേ എന്നുള്ളതല്ല, ആ ഡയറക്ടർ എന്താഗ്രഹിക്കുന്നു അത് കൊടുക്കുന്നു. നമ്മൾ ചിലപ്പോൾ ആർഗ്യുമെന്റിലെങ്കിലും പോകും, അല്ല അത് കുഴപ്പമാവണില്ലേ, അത് ഇതാവണില്ലേ എന്ന് ചോദിക്കുന്ന ഡയറക്ടർ 1-2 തവണ പറയും. അത് കഴിഞ്ഞ് ലാലേട്ടൻ അത് വിടും. ശരി, അദ്ദേഹത്തിന് അതാണ് ആവശ്യമെങ്കിൽ കൊടുത്തേക്കാം. നമ്മൾ പിന്നെ ആർഗ്യത് വാങ്ങിച്ച് നമുക്ക് ചോദിക്കാൻ നിൽക്കും, നമ്മുടെ രീതിക്ക് ആക്കാൻ ശ്രമിക്കും. ആക്കാൻ രീതിക്കല്ല, നമ്മൾ പറഞ്ഞത് അത് വേണ്ടേ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ചിലപ്പോൾ ആയിരിക്കും. പക്ഷെ ഈ സിനിമയിൽ എല്ലാവരും ഇവർ ഉണ്ടാക്കിയ ഇവർ കണ്ട സിനിമയിലേക്കാണ് നമ്മളെല്ലാം. ഈവൻ ഞാൻ അത്ഭുതപ്പെട്ടത് ഈ ഇദ്ദേഹത്തിന്റെ ഗുരുവാണ് വിനീത് ശ്രീനിവാസൻ. ഈ വിനീത് പോലും ഞാൻ എന്താ ചെയ്യേണ്ടത് ചോദിച്ചപ്പോ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു രീതിയിലാണ് എല്ലാവരും ഇതിനെ ബിഹേവ് ചെയ്തത്. വെച്ചാൽ ഇതിനകത്ത് ഇപ്പൊ ധ്യാൻ വിനീതുള്ള സീക്വൻസുകൾ കണ്ടതാണ്. നമ്മൾ ഒരുപാട് തിയേറ്ററിൽ പൊട്ടിച്ചിരിച്ചു പോയതാണ്. കാരണം ഡേറ്റ് ലൈഫിൽ ധ്യാൻ വന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് പറയുന്ന തമാശകള് ഇതൊക്കെ അതാണ്. എൻ്റെ വീട്ടിൽ എന്നെ എൻ്റെ അച്ഛനെയും പറയണോടാ അതൊക്കെ ചോദിച്ചിട്ട് ചോദിച്ചാൽ ഇപ്പം ഞാൻ അത് സ്ക്രീനിലാണ് കണ്ടത്. എനിക്കപ്പോൾ കോമ്പിനേഷൻ ഇല്ല. അപ്പൊ ഞാനത് കണ്ടിട്ട് ഞാൻ ധ്യാനോട് ചോദിച്ചു, ധ്യാൻ ഇത് എങ്ങനെയാണ് നീ പെർഫോം ചെയ്തത്? കാരണം ഒരു ചിരി പോലും ഇല്ലാണ്ട് ഭയങ്കര ഇതിൽ നിൽക്കുകയാണ്. അപ്പൊ ധ്യാൻ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ചേട്ടാ അത് വർഷം ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, അതോടെ ഞങ്ങള് അത് കഴിഞ്ഞിട്ട് ഞങ്ങള് അങ്ങനെ വലിയ സംസാരമൊന്നും ഉണ്ടാവാറില്ല.
അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആത്മാർത്ഥമായിട്ട് അഭിനയിക്കാൻ പറ്റി എന്ന് പറയാം. അപ്പോൾ അതൊക്കെ ആ ഒരു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ വിനീതിന് ദേഷ്യമോ ഒന്നുമല്ല. അപ്പം ആ ഒരു രസകരമായിട്ട് വിനീതും ധ്യാനും ഒക്കെ ഇതിൻ്റെ കൂടെ തന്നെ നിൽക്കുക. കാരണം ഇതൊരു സ്പൂഫാണ്. വിനീത് തന്നെയാണ് ഈ മറ്റേ ചെന്നൈ എന്ന് പറഞ്ഞ കാര്യം പറഞ്ഞിട്ടുള്ള സ്ഥലം. കാരണം അത് വിനീതിൻ്റെ ഉള്ളിൽ അത് ഭയങ്കര കുഴപ്പമാണെങ്കിൽ ധനഞ്ജയ് ഒരിക്കലും അത് ചെയ്യില്ല. എനിക്ക് തോന്നുന്നു ഞാൻ കാണുമ്പോൾ അത് ഡബ് ചെയ്ത് വെച്ചത് വിനീത് തന്നെയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ആ സിനിമയെ സ്പൂഫായിട്ട് കാണുകയും മറ്റുള്ളവർ കളിയാക്കുന്നതിനെ ഉൾക്കൊണ്ടിട്ട് തന്നെയാണ്. അപ്പോൾ ഒരു വിശാലമായ മനസ്സ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് ഇതിനകത്ത്. നമ്മൾ മറ്റുള്ളവർക്ക് രസിക്കാവുന്ന സാധനങ്ങൾ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് ഒന്നിനെയും ഇവർ സിനിമ ഉണ്ടാക്കുന്ന സമയത്തും കഥ പറയുന്ന സമയത്തും ഇവരാരെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ തന്നെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇവർ ഈ സിനിമയ്ക്ക് വേണ്ടി മനഃപൂർവ്വം ഒരാളെ കരിവാരത്തേക്കാനോ ഒരു കാര്യങ്ങൾക്ക് ഇവർ ശ്രമിച്ചിട്ടില്ല. അത് ഐ എം ഡാം ഷുവർ. പക്ഷേ സിനിമ വന്നു കഴിഞ്ഞപ്പോൾ വേറെ രീതിയിലേക്ക് സംസാരിച്ചപ്പോൾ ഭയങ്കര ഹേർട്ടായി ഇവർ. കാരണം ഒരു സിനിമ പണ്ടൊക്കെ എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് മുറിച്ച് മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിലിം ആകുമ്പോൾ നമുക്ക് എഡിറ്റിംഗ് ടേബിൾ അപ്പം തന്നെ മറ്റേ പ്രൊജക്ട് റൂമിൻ്റെ ബാക്കിൽ കൊണ്ടിട്ട് അത് അത്ര അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റി ഒട്ടിച്ച് വിട്ടാൽ മതി. ഇന്നതല്ല. ഇന്ന് ഒരു സീൻ തൂക്കണമെങ്കിൽ അതിൽ 2 ഡയലോഗ് മാറ്റണമെങ്കിൽ എത്ര പ്രോസസ്സാണെന്നറിയാം. അത് പിന്നെ പോയി സെൻസറിൻ്റെ അവിടെ വരെ പോയിട്ട് തിരിച്ചു വരണം. എന്നാലേ ക്യൂബിൽ ഇത് പിന്നെ ലോഡ് ചെയ്യുള്ളൂ. ഒരുപാട് സമയമെടുക്കും. പിന്നെ ഒരു മനഃപൂർവ്വം ആരെയും ദ്രോഹിക്കുന്ന ഒരു കാര്യവും ഈ സിനിമയിൽ ചെയ്തിട്ടില്ല.